എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിച്ചൊരു കാര്യമായിരുന്നു കാൻഡിഡേറ്റ് ലോഗിൻ SWSY. വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ജില്ലയും നൽകി ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നു ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നൽകുന്ന യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ്. അതായത് അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടോ അപേക്ഷിക്കുകയാണെങ്കിൽ അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും. പ്രിൻ്റ് ഔട്ടിൽ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അത് തന്നെയാണോ ഇവിടെ ടൈപ്പ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തുക. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് അക്ഷയയിൽ നിന്നോ ഇൻ്റർനെറ്റ് കഫേകളിൽ നിന്നോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ പാസ്വേഡ് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതായത് അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്നുള്ളത് പരിശോധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിച്ചിരുന്ന ജില്ല സെലക്ട് ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേസമയം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് നിങ്ങളുടെ ഈ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിൽ നിന്നും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ അറിയാൻ പറ്റും. അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ജില്ലയും എല്ലാം കറക്റ്റ് ആണെങ്കിലും ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്ന് ഇടയ്ക്ക് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാണിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് അത് വെബ്സൈറ്റ് ഈ ഒരു ട്രാഫിക് കൂടുന്നത് കാരണം വെബ്സൈറ്റിൽ തിരക്ക് അനുഭവപ്പെടുന്നത് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലമാണ്. അത് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡിൻ്റെയോ അല്ലെങ്കിൽ ജില്ലയുടെയോ നൽകിയതിലെ തെറ്റുകൾ ഒന്നുമല്ല. അപ്പോൾ ചില സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറിന് പകരം നിങ്ങൾ നൽകിയത് മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് യൂസർ നെയിം എന്നുള്ളിടത്ത് ആപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ പാസ്വേഡ് നൽകിയത് തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പാസ്വേഡ് ഒന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് പാസ്വേഡ് റീസെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം ഇവിടെ ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാണാൻ പറ്റും. ക്യാപ്ച എന്ന് പറയുമ്പോൾ ജസ്റ്റ് കുറച്ച് നമ്പേഴ്സ് കാണാം, അതാണ് ക്യാപ്ച എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ഒരു ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. അതിനുശേഷം അവിടെ നിങ്ങൾക്ക് ഒരു സെൻഡ് OTP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന, അതായത് ഇവിടെ നൽകുന്നത് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറാണ്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്കൊരു OTP വരും. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗമുണ്ടാകും. അതുപോലെ തന്നെ സബ്മിറ്റ് ഓപ്ഷനും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അടുത്ത പേജിൽ ഈ ഒരു ഓപ്ഷനല്ല ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 2 കോളംസ് ആണ് ഉണ്ടാകുക. ഒന്നാമത്തേത് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ, രണ്ടാമത്തേത് വീണ്ടും എൻ്റർ ചെയ്ത് നൽകുന്നതിനായിട്ടാണ് 2 ബോക്സുകൾ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഏതാണോ മുകളിൽ നൽകിയിട്ടുള്ള പാസ്വേഡ് അത് തന്നെ താഴെയും കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യപ്പെടുന്നത് ആയിരിക്കും. ഇങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഇതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, ഹോം പേജിലേക്ക് പോവുക. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിൽ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ നമ്പറാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, അതുപോലെ തന്നെ പാസ്വേഡ് നൽകുക, അതുപോലെ നിങ്ങൾ അപേക്ഷിച്ചിരുന്ന ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചില സമയത്ത് വെബ്സൈറ്റിൻ്റെ ഇഷ്യൂ കാരണമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പറുള്ള പാസ്വേഡ് ഈസ്
അതായത് പാസ്വേഡ് റോങ് എന്നോ അല്ലെങ്കിൽ ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് യൂസർ നെയിമായിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തന്നെയല്ലേ എന്നുള്ളത്. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടാവും. അതുപോലെ പാസ്വേഡും അതിലുണ്ടാവും. അതുപോലെ തന്നെ ജില്ലയും ഉണ്ടാവും. ജില്ലയും നൽകുക. പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് വീണ്ടും ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യമാണ്. അതായത് പാസ്വേഡ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് ഒന്നുകൂടി റീസെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതായത് പുതിയ പാസ്വേഡ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പുതിയ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്ന് കാണിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റാണോ, പാസ്വേഡ് കറക്റ്റാണോ, ജില്ല കറക്റ്റാണോ എന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ കൃത്യമായിട്ട് നൽകിയ ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പാസ്വേഡ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റീസെറ്റ് ചെയ്യുക. അതായത് ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാനും ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിലോ മറ്റോ എഴുതി വയ്ക്കുക. കാരണം മറന്നു പോകരുത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.